ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ പലർക്കും ഓപ്പൺ സോഴ്സ് എന്താണെന്ന് അറിയണ്ടാവില്ല. പക്ഷേ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ ഓപ്പൺ സോഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. എന്താണ് ഓപ്പൺ സോഴ്സ്? ഓപ്പൺ സോഴ്സ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫയർഫോക്സ്, അതുപോലെ ലിനക്സ്, ഈ സോഫ്റ്റ്വെയറുകളൊക്കെ ബേസിക്കലി ഒരു ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പൺ സോഴ്സിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ സോഴ്സിൻ്റെ കോഡ് എടുത്ത് മോഡിഫൈ ചെയ്യാനും, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ആ ഒരു ഓപ്പൺ സോഴ്സിൻ്റെ കോഡ് എടുത്തിട്ട് മോഡിഫൈ ചെയ്തിട്ട് വേറൊരു വെർഷൻ നമ്മുടെ രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ ഇറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാൻ പറ്റും. നമ്മൾ ഓപ്പൺ സോഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഓപ്പൺ സോഴ്സിൻ്റെ കോഡ് ആർക്ക് വേണമെങ്കിലും എടുത്ത് എഡിറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഇറക്കാനും പറ്റും. ആർക്ക് വേണമെങ്കിലും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും. പക്ഷേ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ആർക്കും കോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും ക്രാക്ക് ചെയ്തിട്ട് എന്തെങ്കിലും നമ്മൾ കോഡ് എഡിറ്റ് ചെയ്ത് നമ്മൾ വേറൊരു വെർഷൻ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിയമപരമല്ല, അത് കുറ്റകരമാണ്. ഇനി നമുക്കൊരു കഥ പറയാം. ഈ ഓപ്പൺ സോഴ്സ് ഉണ്ടായതിൻ്റെ ഒരു കഥയാണ് പറയുന്നത്. അപ്പം അതിനേക്കാളും മുൻപ് നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി അറിയണമല്ലോ. അപ്പോൾ ഞാൻ അത് ആദ്യം പറഞ്ഞുതരാം. ആദ്യത്തെ നാള് കമ്പ്യൂട്ടറുകളൊക്കെ ഭയങ്കര ബൾക്കിയും ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. കമ്പ്യൂട്ടർ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ കമ്പനീസിനോ മേടിക്കാൻ അവർക്ക് അഫോർഡബിൾ അല്ല. ആ ടൈമിൽ ഇവരെന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലീസിനെടുക്കും. ഈ കമ്പ്യൂട്ടേഴ്സ് ലീസിനെടുക്കും. ഈ ലീസിനെടുത്തിരുന്ന സമയത്ത് ഈ ഒരു സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസൊക്കെ ഫ്രീ ആയിരുന്നു. എന്നാൽ 1969 IBM അവരെ സോഫ്റ്റ്വെയർസിന് ചാർജ് ഈടാക്കാൻ തുടങ്ങി. 1983 ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് സോഫ്റ്റ്വെയർസിന് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ആയിട്ട് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഈ പറഞ്ഞ കോപ്പിറൈറ്റ് ലോസ് ഇതിനെ അപ്ലൈ ആവാൻ തുടങ്ങി ഈ സോഫ്റ്റ്വെയർസിനൊക്കെ. ഇങ്ങനെ ആപ്പിൾ കോടതിയിൽ പോകാനായിട്ടൊരു കാരണം ഉണ്ടായിരുന്നു. മുൻപ് ഫ്രാങ്ക്ലിൻ കമ്പ്യൂട്ടേഴ്സ് ആപ്പിൾ സെക്കൻഡ് വെർഷൻ്റെ ഒരു ക്ലോൺ അവരെ OSനെ സെയിം കോപ്പി ചെയ്തിട്ട് ഈ ഫ്രാങ്ക്ലിൻ കമ്പ്യൂട്ടേഴ്സ് എന്ത് ചെയ്തു, ക്ലോൺ ഇറക്കി. അതേ സെയിം OS തന്നെ അവരെ കമ്പ്യൂട്ടേഴ്സിൽ ഇറക്കി. ഈ ഒരു സംഭവം കാരണമാണ് ഈ ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് കോർട്ടിൽ പോകാണ്ടായ കാരണം. 1980 റിച്ചാർഡ് സ്റ്റോൾമാൻ ന്യൂ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. 1989 GPL അഥവാ ജനറൽ പബ്ലിക് ലൈസൻസ് സ്റ്റാൾമാൻ പുറത്തിറക്കിയത്. ഈ ലൈസൻസ് മുഖാനം സോഫ്റ്റ്വെയർസ് ഫ്രീ ആയി യൂസ് ചെയ്യാനും അത് മോഡിഫൈ ചെയ്യാനും സാധിക്കും. ഇങ്ങനെയാണ് നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റി ബിൽഡ് ആവുന്നത്. അങ്ങനെയാണ് 1991 ലിനക്സ് ടോർവാൾസ് ലിനക്സ് കേണൽ റിലീസ് ചെയ്യുന്നത്. ഇതിൻ്റെ സോഴ്സ് കോഡൊക്കെ പബ്ലിക്കാക്കി വെച്ചേക്കാണ്. ഇത് ആർക്ക് വേണമെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെയാണ് ഡെവലപ്പേഴ്സിന് ഇഷ്ടപ്പെട്ട OS റിലീസ് ആവുന്നത്, ലിനക്സ്. ഇപ്പം ചിലർ വിചാരിക്കുന്നുണ്ടാവും ഞാനൊന്നും ലിനക്സ് യൂസ് ചെയ്യുന്നില്ലല്ലോ എന്ന്. പക്ഷെ നിങ്ങളെല്ലാവരും നിങ്ങളറിയാണ്ട് നിങ്ങൾ ലിനക്സിൻ്റെ ഒരു കേണൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ്, ഇത് ലിനക്സ് കേണലിൻ്റെയും മറ്റ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകളുടെയും ഒരു ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് ഈ ആൻഡ്രോയിഡ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന വിൻഡോസ്, ഫോട്ടോഷോപ്പ്, അതുപോലെ അഡോബിൻ്റെ പല സോഫ്റ്റ്വെയർസും നിങ്ങൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് പക്ഷെ ക്രാക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യാറ്. ഇന്ത്യയിൽ കൂടുതൽ യൂസേഴ്സും അതും പലവരും ക്രാക്കാണ് യൂസ് ചെയ്യാറ്. ഇത് ശരിക്കും തെറ്റാണ്. ഇത് യൂസ് ചെയ്യാനോ അതിനെ പ്രൊമോട്ട് ചെയ്യാനോ പാടില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണ കാര്യമാണ് എന്തുകൊണ്ടാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ നിങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം. അതിൽ ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പാരൻസി തന്നെയാണ്. അതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ പ്രവർത്തിക്കുന്നത്, അതുപോലത്തെ അതിൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് ഒരുപാട് പേർക്ക് കോഡ് കാണാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ വൾനറബിലിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടെത്തി ഫിക്സ് ചെയ്യാനും പറ്റും. ഈ പറഞ്ഞ ഓപ്പൺ സോഴ്സിനും കുറച്ച് ചലഞ്ചസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓപ്പൺ സോഴ്സിൻ്റെ ഒരു വലിയൊരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഇത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് മിക്ക ഡെവലപ്പേഴ്സും ഇതിൽ ഫ്രീ ആയിട്ടായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവാം. പിന്നെ ഒരു സോഫ്റ്റ്വെയറിന് തന്നെ നമ്മൾ വലിയൊരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ തന്നെ പല വേർഷൻസും നമ്മൾ ഇറക്കുന്ന സമയത്ത് ആ ചില വേർഷൻസ് ചില സിസ്റ്റങ്ങളിൽ വർക്ക് ചെയ്തുകൊള്ളണമെന്നില്ല. വേറൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവുമല്ലോ, അതൊരു കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിരിക്കണം എന്നില്ല ഓപ്പൺ സോഴ്സിൻ്റെ. എല്ലാതും നല്ല ആൾക്കാർ അത് മാനേജ് ചെയ്യുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഒരു എക്സിറ്റിംഗ് പ്രൊജക്റ്റിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഓപ്പൺ സോഴ്സിനെ വെച്ച് നോക്കുമ്പോൾ. നിങ്ങൾ പലപ്പോഴും ലിനക്സ് ബേസ് ചെയ്തിട്ടുള്ള ഉബുണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇതിൻ്റെ UI UX ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കില്ല. ഇതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ഫ്രണ്ടിലും ആയിരിക്കും. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ ഫ്യൂച്ചറും എപ്പോഴും നിലനിൽക്കും. ഇപ്പോഴത്തെ ടെക്നോളജീസായ കണ്ടെയ്നറൈസേഷനും അതുപോലെ ഹോസ്റ്റിങ്, ഈ കാര്യങ്ങൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഓപ്പൺ സോഴ്സിൻ്റെ ടൂൾസാണ്. കണ്ടെയ്നറൈസേഷന് ഉപയോഗിക്കുന്ന ഡോക്കർ, അതുപോലെ കുബർനെറ്റീസ്, ഇതൊക്കെ ഓപ്പൺ സോഴ്സ് ആണ്.
നമ്മൾ പലരും യൂസ് ചെയ്യുന്ന നോഡ് ജേഴ്സ് ഓപ്പൺ സോഴ്സാണ്. അതുപോലെ ഇപ്പം നമ്മുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പൺ സോഴ്സിലാണ്. ഇങ്ങനെ പല കാര്യങ്ങളും ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പല കാര്യങ്ങളും ബിൽഡ് ചെയ്യുന്നത് ഓപ്പൺ സോഴ്സിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്പൺ സോഴ്സിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഓപ്പൺ സോഴ്സ് എന്താണെന്ന് അറിയാത്തവർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. പിന്നെ നിങ്ങൾക്ക് ഓപ്പൺ സോഴ്സിനെ പറ്റി അറിയാവുന്ന ഇൻഫോർമേഷൻസ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിച്ച് നമ്മൾ ഇതേപോലെ